മനുഷ്യനെപ്പോഴും അറിവുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. നല്ല അറിവുകൾ ലഭിക്കുന്ന ഇടങ്ങൾ തേടി സഞ്ചരിക്കുകയെന്നത് മനുഷ്യന്റെ ശീലമാണ്. ഒമാനിലെ സീബ് വിലായത്തിലെ ഒരു പ്രദേശമാണ് മബേല. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വ്യാവസായിക സംരംഭങ്ങളും ഹൈപ്പർ മാർക്കറ്റുകളും നിരവധി ചെറുകിട വാണിജ്യ സ്ഥാപനങ്ങളും സ്കൂളുകളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശം. ഈ പ്രദേശത്ത് മതപഠന സംവിധാനം വേണമെന്ന ആവശ്യം കുറെ നാളായി ഇവിടുത്തെ സാത്വികരായ വിശ്വാസികൾക്കിടയിൽ ചർച്ചയാണ്. ചെറിയൊരു സംവിധാനത്തിൽ മദ്രസക്ക് ആരംഭം കുറിക്കുകയായിരുന്നു ആദ്യപടി. മബേല സുക്കിലായിരുന്നു തുടക്കം. ബഹുവന്യരായ ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി 2014 ജൂൺ 26 ഉദ്ഘാടനം ചെയ്തു. ഉസ്താദ് തന്നെ പേര് വിളിച്ചു അൽ മദ്രസത്തുൽ ജലാലിയ. ജലാലിയ മദ്രസ മബേല പിറവിയെടുത്തു. 7 കുട്ടികളാണ് ആദ്യം അഡ്മിഷൻ എടുത്തതെങ്കിലും പരിമിതമായ സൗകര്യങ്ങൾക്കിടയിലും വിദ്യാർത്ഥികളുടെ പഠനത്തിലും അച്ചടക്കത്തിലും ശ്രദ്ധയൂന്നിയ ഉസ്താദുമാരുടെ സേവനം കാരണം നിരവധി കുട്ടികൾ പിന്നീട് മദ്രസയെ ലക്ഷ്യമാക്കി വന്നു. മബേലയിലെ BP, മബേല സനായ, സൗത്ത് തുടങ്ങിയ എല്ലാ ഭാഗത്തു നിന്നും കുട്ടികൾ മദ്രസയിലെത്തി. വർഷങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതിനനുസരിച്ച് കൂടുതൽ സൗകര്യപ്രദമായ കെട്ടിടത്തിലേക്ക് മദ്രസ മാറ്റേണ്ടി വന്നു. നിസ്വാർത്ഥരായ ഒട്ടേറെ ദീനീ സേവകരുടെ അശ്രാന്ത പരിശ്രമങ്ങൾക്കൊടുവിൽ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വളരെ വിപുലമായ സൗകര്യത്തോടെയുള്ള വില്ല മദ്രസക്ക് ലഭിച്ചു. 1 മുതൽ +1 വരെ ക്ലാസുകൾ, ഓരോ ക്ലാസിനും പ്രത്യേകം ക്ലാസ് റൂമുകൾ. അനായാസം പഠനം സാധ്യമാവാൻ സ്മാർട്ട് ക്ലാസ് റൂം, വിശാലമായ ഓഫീസ് സൗകര്യം എന്നിവ കൊണ്ട് മദ്രസ സമ്പന്നമായി. കുട്ടികളുടെ ഡാറ്റയും അക്കൗണ്ട്സും ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായ സോഫ്റ്റ്വെയർ, പാരന്റ്സ് ആപ്പ്, അറ്റൻഡൻസും മാർക്കും എൻട്രി ചെയ്യാൻ ഉസ്താദ് ആപ്പ് എന്നിവ സജീവമാക്കി. കുട്ടികളുടെ സർഗവാസനകൾ പരിപോഷിപ്പിക്കാൻ സാഹിത്യ സമാജം, കർമ്മങ്ങൾക്ക് പ്രത്യേക പരിശീലനം എന്നിവ നൽകി വരുന്നു. പബ്ലിക് പരീക്ഷകളിൽ ജലാലിയയിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നതമായ വിജയം കൈവരിക്കുക പതിവാണ്. വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന പബ്ലിക് എക്സാമിനും തിലാവ, സാഹിത്യോത്സവ്, തർത്തീൽ പോലെയുള്ള മത്സരങ്ങളിലും റാങ്ക് ലിസ്റ്റ് ജലാലിയയിലെ വിദ്യാർത്ഥികൾ സ്ഥിരം കാഴ്ചയാണ്. കുട്ടികൾക്ക് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്കോളർഷിപ്പ് തുടങ്ങിയവയും ജലാലിയ നൽകി വരുന്നു. മദ്രസ ക്ലാസുകൾക്ക് പുറമെ നിരവധി സംരംഭങ്ങളും ഈ കേന്ദ്രത്തിൽ നടന്നു വരുന്നു. വീക്കെൻഡ് മദ്രസക്ക് പുറമെ ഡേ മദ്രസ, ഇംഗ്ലീഷ് ആൻഡ് ഉറുദു മീഡിയം മദ്രസ, തിബിയാൻ പ്രീ KG, ഗ്ലാൻഡ് ഓപ്പൺ സ്കൂളിംഗ്, ലാംഗ്വേജ് കോഴ്സ്, കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, പേഴ്സണാലിറ്റി ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ എന്നിവ സമീപ ഭാവിയിൽ ആരംഭിക്കുന്നു. സ്ത്രീകൾക്കായി ഹാദിയ വ്യൂമൻസ് അക്കാദമി, സ്ത്രീകളുടെ ഭൗതികവും ആത്മീയവുമായ ഉന്നമനത്തിന് വ്യവസ്ഥാപിതമായ സിലബസ് സംവിധാനത്തിലൂടെ നിരന്തരമായ പരിശീലനങ്ങൾ ഉൾക്കൊള്ളുന്ന കോഴ്സാണ് ഹാദിയ. എല്ലാ മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച ബദർ മജ്ലിസ്, 3ാമത്തെ വെള്ളിയാഴ്ച മഹ്ദറത്തുൽ ബദ്രിയ എന്നിവയും നടന്നുവരുന്നു. ICF-ന് കീഴിൽ മദ്രസ കേന്ദ്രീകരിച്ച് എല്ലാ വർഷവും നടത്തപ്പെടുന്ന സമൂഹ ഇഫ്താർ മീറ്റ്, തറാവീഹ്, ഈദ് നിസ്കാരം, മീലാദ് പ്രോഗ്രാമുകൾ ഈ പ്രദേശത്തെ ജനശ്രദ്ധയാകർഷിച്ച പ്രവർത്തനങ്ങളാണ്. മദ്രസയ്ക്ക് വേണ്ടി അധ്വാനിച്ച ചിലർ മൺമറഞ്ഞു പോയവരുണ്ട്. മബേലയിൽ നിന്ന് താമസം മാറിപ്പോയവരുണ്ട്. എല്ലാവർക്കും നാഥൻ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.